ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഇത് പറഞ്ഞിട്ട്, കാരണം നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കുമ്പോൾ ഞങ്ങൾക്കിന്ന് 24 hours ഡ്യൂട്ടിയാണ്. സോ സാഡ് അല്ലേ? എന്ത് ചെയ്യാനാ, പ്രൊഫഷൻ ഇതായി പോയില്ലേ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു രാവിലെ 7 മണി ആയിട്ടുണ്ട്. ഒരു 7:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് റെഡിയായി ഇറങ്ങണം. കാരണം നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനേക്കാൾ ഒരു 30 kilometers ദൂരെയാണ്. അപ്പോൾ ഒരു 24 hours സർവൈവ് ചെയ്യാനുള്ള തിങ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇത് അതിൻ്റെ ഇടയിൽ നമ്മളവിടെ പാട്ട് ഉറക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് വൈബ് ചെയ്യണതാണ്. അതിപ്പോൾ യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് അല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓട്ടോയിലും മെട്രോയിലും ഒന്നുമല്ല, സ്കൂട്ടറിലാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും കരിഞ്ഞു പോകാണ്ടിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആണിത്. ഓൾറെഡി കുറേ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലൊരു ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടി ഞാനൊരു മാസ്ക് വെച്ചിട്ടുണ്ട്. ഇവർ പിന്നെ വലിയ ടീംസാണ്. ഒരു ബാങ്ക് റോബറിക്ക് പോണ പോലെയൊക്കെ റെഡിയായി വന്നേക്കണേ. ഞാൻ ഭയങ്കര സിമ്പിളാണ്, മാസ്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ഹോസ്പിറ്റലിലെത്തി. മോർണിംഗ് 9 o'clock പഞ്ച് ചെയ്താൽ നാളെ മോർണിംഗ് 9 o'clock ആണ് പിന്നെ പഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം മൊത്തം ഇതിനുള്ളിൽ ചിലവഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കയറാൻ തോന്നണില്ല. അതിൻ്റെ ഇടയിൽ ഒരു പട്ടിക്കുട്ടി വാലാട്ടിക്കൊണ്ട് വന്ന്. ഇവർക്ക് പിന്നെ കുറച്ച് പട്ടിപ്രാന്തുണ്ട്. പിന്നെ അതിനെയും കൊഞ്ചിച്ചുകൊണ്ട് കുറേ നേരം നിന്ന്. ഞാൻ പിന്നെ ദൂരെ നിന്നുള്ള ആസ്വാദനം മാത്രമേ ഉള്ളൂ, അടുത്തോട്ട് പോവില്ല, കുറച്ച് പേടിയുണ്ടേ. ഇനി നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ ടൂർ ആയാലോ? കമോൺ, ഹോസ്പിറ്റൽ കണ്ടിട്ട് വരാം. അപ്പോൾ പഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ പോണത് നമ്മുടെ സ്ഥിരം സ്പോട്ടായ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലോട്ടാണ്. ഇവിടെ വന്ന് രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്ക് കൈ വിറയ്ക്കും. എനിക്ക് സ്ഥിരം ചായ കാപ്പി ഒന്നും വേണം നിർബന്ധമില്ല. പക്ഷേ ഇവളുടെ കൂടെ കൂടിയ പിന്നെ ഞാനും കുടിക്കും, ഇല്ലെങ്കിൽ അവൾ കുടിപ്പിക്കും. അപ്പോൾ കാപ്പി കുടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോണത് ഡോക്ടേഴ്സ് റൂമിലോട്ടാണ്. അവിടെ പോയിട്ട് ഇനി ബാഗൊക്കെ വച്ച് ഒന്ന് സെറ്റിലാവണം. 24 hours അതിനുള്ളിൽ സർവൈവ് ചെയ്യണമല്ലോ. സത്യം പറഞ്ഞാൽ ഒരു താല്പര്യം ഇല്ലാണ്ടാണ് ഇന്നത്തെ സൺഡേ ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ വന്നത്. അതുകൊണ്ട് നമ്മുടെ മൂഡൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടി ബിരിയാണിയും ബർഗറൊക്കെയാണ് കൊണ്ടുവന്നേക്കണത്. ഡോണ്ട് ജഡ്ജസ് ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം നമുക്ക് വേണ്ടേ. അതുകൊണ്ട് രാവിലെ 9:15 എന്തോ ആയിട്ടുള്ളൂ, ഞങ്ങൾ ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണിയും പിന്നെ അവൾ ബർഗറും. ഇത് നമ്മുടെ ഡ്യൂട്ടി ഫോണാണ് കേട്ടോ. ഇതിലാണ് നമുക്ക് ഡ്യൂട്ടി കോൾസൊക്കെ വരാം താഴെ വാർഡിൽ നിന്ന്. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫോണിലോട്ട് വിളിക്കുക. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഫോണാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പയ്യെ ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സൺഡേ ആയതുകൊണ്ട് കുറേ അഡ്മിഷൻസും അല്ലാത്ത വർക്കൊക്കെ ഉണ്ടായിരുന്നു. നോർമലി സൺഡേ അത്യാവശ്യം അഡ്മിഷൻസ് വരും. കാരണം മൺഡേ സർജറി ഉള്ള പേഷ്യൻസൊക്കെ സൺഡേ ആണ് വന്ന് അഡ്മിറ്റ് ആവുക. അപ്പോൾ ആ പേഷ്യൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് നോക്കുക. പിന്നെ സൺഡേ ആയതുകൊണ്ട് വേറെ വലിയ കൺസൾട്ടൻസും വേറെ ഡോക്ടേഴ്സൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളെ ആയിരിക്കും എല്ലാ കാര്യത്തിനും സിസ്റ്റേഴ്സ് വിളിക്കുക. അങ്ങനെ ഒരു 1 മണി വരെയൊക്കെ നമ്മൾ തകർത്ത് പണിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വെള്ളി പിന്നെയും വന്നു. ബിരിയാണിയൊക്കെ കഴിച്ചതൊക്കെ ആവിയായി പോയി കേട്ടോ. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് കുറച്ച് കടല മറ്റേ പുഴുങ്ങിയ ഉപ്പേരിയും പിന്നെ കാപ്പിയാണ്. വല്ലാത്തൊരു കോമ്പിനേഷനാണ്. രാവിലെ ബിരിയാണിയൊക്കെ കഴിച്ചതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പേഷ്യൻസിനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. പേഷ്യൻസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വ്ളോഗ് മൊത്തം ഞങ്ങളുടെ തല, ഞങ്ങളുടെ ഫുഡ്, ഞങ്ങളുടെ തല, ഞങ്ങളുടെ ഫുഡ്. അതെ, നോട്ട് എത്തിക്കൽ. ഞങ്ങൾ ഭയങ്കര എത്തിക്സുള്ള ഡോക്ടറാണ്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിൻ്റെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പണി, പേഷ്യൻസിനെ കാണൽ, അഡ്മിഷൻ എടുക്കൽ, ഹിസ്റ്ററി എടുക്കൽ, ഡ്രഗ് ചാർട്ട് എഴുതൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ, അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്ത് പിന്നെ രാത്രിയായി, ഡിന്നർ ടൈമായി. ഇപ്പോൾ സമയം എത്ര മണിയാണ്? 7 മണി. നമ്മൾ പോകുന്നത് കൊത്തു പൊറോട്ട കഴിക്കാൻ. നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾക്ക് ഞം കഴിക്കാൻ മാത്രമാണ് പണിയെന്ന്. വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല ഗൈസ്, ആൾക്കാർ തല്ലും.
അപ്പോൾ ഇത്രയും സന്തോഷത്തിൽ ഞങ്ങൾ തുള്ളി കളിച്ച് പോണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു കടയിൽ നല്ല സൂപ്പർ ടേസ്റ്റി കൊത്തു പൊറോട്ട കിട്ടുമെന്ന് അറിഞ്ഞു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോണ പോക്കാണിത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ലോങ് അവേഴ്സ് ഓഫ് ഡ്യൂട്ടിയിൽ ഈ ഫുഡ് കഴിക്കുന്ന കുറച്ച് സമയമാണ് ഞങ്ങൾക്ക് ആകെ ഒരു സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത്. ഫുഡ് നന്നായിട്ട് കിട്ടിയാൽ നമ്മൾ ഗുഡ് മൂഡായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മറ്റേ ശോകം അവസ്ഥയായിരിക്കും. പക്ഷെ എത്തിയപ്പോൾ സൺഡേ ആയതുകൊണ്ട് പൊറോട്ട മാസ്റ്റർ ഇല്ല, ലീവാണ്. ആൾക്ക് സൺഡേ ഒക്കെ ഉണ്ട്, നമുക്കാണല്ലോ ഈ സൺഡേയും ഞായറാഴ്ചയൊന്നും ഇല്ലാത്തത്, പാവങ്ങൾ. പിന്നെ അവിടെ എന്താ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വാങ്ങി കഴിക്കാം. അങ്ങനെ അത് വാങ്ങി കഴിച്ചു. ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ഫുഡ് വരണ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ലെമൺ ടീ ഓർഡർ ചെയ്തു. അത് അത്ര കൊള്ളത്തില്ലായിരുന്നു. ഇത് എൻ്റെ ഇയർപോഡ്സ് ഞാൻ കഴിഞ്ഞ തവണ ഈ സെയിം ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ മറന്നു വെച്ചിട്ട് പോയതാണ്. എനിക്കൊരു ഇയർപോഡ്സ് ശാപമുണ്ട് ഗൈസ്. അത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഇവർ നൂഡിൽസൊക്കെയാണ് ഓർഡർ ചെയ്തത്. എനിക്കത് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആയിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഞാൻ ഡയറ്റ് ഒന്നും നോക്കാറില്ല, വയറച്ച് ഫുഡ് കഴിക്കും. ഞങ്ങളുടെ മനസ്സിൽ മറ്റേ കൊത്തു പൊറോട്ട സ്വപ്നം കണ്ട് വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഫുഡിനും ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫുഡ് ബാക്കി വെച്ചില്ല കേട്ടോ, പ്ലേറ്റ് കയ്യിലേക്ക് കഴിച്ചു. അത് വേറെ കാര്യം, ഫുഡ് ബാക്കി വയ്ക്കാൻ പാടില്ല എന്നാണല്ലോ. ഇനി ഫുഡ് കടി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഴുതി കയ്യിലുണ്ടായിരുന്ന പേനയുടെ ഇങ്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ പെൻ പർച്ചേസിനാണ് നമ്മൾ മെയിൻലി പോകുന്നത്. പിന്നെ തിക്കുന്തരക്കിൽ വന്നപ്പോൾ നമ്മൾ രാവിലെ പല്ല് വയ്ക്കാനുള്ള ബ്രഷ് ഒന്നും പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. രാത്രി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ തൊട്ടടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലാട്ടോ നമ്മൾ പോണേ. അല്ലാതെ ഈ കോമ്പൗണ്ട് വിട്ട് ദൂരത്തേക്ക് പോകാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല എന്നല്ല, പോണത് റിസ്ക്കാണ്. നമുക്ക് എമർജൻസി എന്തെങ്കിലും കോൾസ് വന്നാൽ ഓൾഡി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയുള്ള ഷോപ്പിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നതും അതുപോലെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ പോണതൊക്കെ. അങ്ങനെ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെയും ഡ്യൂട്ടിക്ക് കയറി. അത്യാവശ്യം കുഴപ്പമില്ല, അത്ര തിരക്കല്ലാത്ത, അന്ന് അത്യാവശ്യം പണി ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് സൺഡേ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നേരം ഉറങ്ങാനൊക്കെ നമുക്ക് സമയം കിട്ടി കേട്ടോ. എന്തായാലും ഒരു 5 hours ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റി രാത്രി. അത് തന്നെ വലിയ കാര്യം. പിന്നെ രാവിലെ ആയിട്ട് പിന്നെ നമ്മൾ 9 മണിക്കാണ് തിരിച്ച് പഞ്ചോട്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് വരും, അവർക്ക് ഹാൻഡ് ഓവർ കൊടുത്ത് പിന്നെ നമ്മുടെ ആ കുഞ്ഞ് ഡ്യൂട്ടി ഫോണൊക്കെ കൈമാറിയിട്ടാണ് നമുക്ക് എന്താ പറയുക തിരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു, അവർക്ക് ഹാൻഡ് ഓവറൊക്കെ കൊടുത്തു. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങും, പകൽ മുഴുവൻ കിടന്നുറങ്ങി. ഇനി രാത്രിയായിരിക്കും നമ്മൾ എണീക്കുക. വാമ്പയേഴ്സിനെ പോലെയാണ് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി. ഇതുപോലത്തെ 24 hours അല്ലെങ്കിൽ 16 hours ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകൽ വെളിച്ചം കാണാൻ പറ്റില്ല, നമ്മൾ കിടന്നുറങ്ങും. അങ്ങനെ പിന്നെ രാത്രി നമ്മൾ എണീക്കുള്ളൂ. സൂര്യനൊന്നും പറ്റില്ല, ചന്ദ്രയുടെ പോലെയാണ് ഞങ്ങൾ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ 24 hours ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി 9 മണിക്ക് വന്നതാണ് ഗൈസ്. അല്ല, ഇന്നലെ രാവിലെ 9 മണിക്ക്. ഇന്നാണ് ഞങ്ങൾ രാവിലെ കാണുന്നത്. അതെ, രാവിലെ. പിന്നെ എന്താ കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാൽ 3 ഫ്ലോറിലെ ഡോക്ടേഴ്സിനും 11 അഡ്മിഷൻ, 11 പിന്നെ അതവന് 11. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കണ്ടൻറ്റൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.